DCC അധ്യക്ഷ നിയമനത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന ഉമ്മൻചാണ്ടി 2 തവണ നടത്തിയ വാർത്താസമ്മേളനത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. ബ്രിട്ടീഷ് കമ്പനി ഡീലാർ റിവ്യൂവുമായി സഹകരിച്ച് പ്ലാസ്റ്റിക് നോട്ട് അച്ചടിക്കാൻ കേന്ദ്രം നടത്തിയ നീക്കങ്ങൾ അന്വേഷിക്കണമെന്നായിരുന്നു വാർത്താസമ്മേളനത്തിന്റെ കാതൽ. കരിമ്പട്ടികയിൽപ്പെടുത്തിയ കമ്പനി ഡൽഹിയിൽ ഓഫീസ് തുറന്നതും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ പങ്കാളിയായതും ദുരൂഹമാണെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ഇടപാടുകളുടെ രേഖകളും പുറത്തുവിട്ടു. വിശദാംശങ്ങൾ AICC അറിയിച്ച അദ്ദേഹം രേഖകൾ അയച്ചുകൊടുത്തു. വിഷയം ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് AICC നിരീക്ഷകൻ തങ്കബാലു വ്യക്തമാക്കി. എന്നാൽ ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം മൗനം പാലിക്കുകയാണ്. പാർട്ടിയുടെ ദേശീയ വക്താക്കളാരും വിഷയമേറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല. ഉമ്മൻചാണ്ടിക്ക് AICC ആസ്ഥാനത്ത് വാർത്താസമ്മേളനം നടത്താമെന്ന നിലപാടിലാണ് നേതൃത്വം. കമ്പനിയുമായുള്ള ഇടപാടുകൾ കൂടുതലും നടന്നത് UPA സർക്കാരിൻ്റെ കാലത്താണ്. ഈ സാഹചര്യത്തിൽ ആരോപണത്തിലൂടെ ഉമ്മൻചാണ്ടി ലക്ഷ്യമിടുന്നത് മുൻ കോൺഗ്രസ് മന്ത്രിമാരെയാണെന്ന സംശയവും ഹൈക്കമാൻഡിനുണ്ട്. അതേസമയം ഉമ്മൻചാണ്ടിയെ അവഗണിക്കുന്നതിൻ്റെ ഭാഗമാണ് ഹൈക്കമാൻഡ് നിലപാടെന്ന വിലയിരുത്തലാണ് A ഗ്രൂപ്പ്. നോട്ട് നിരോധനത്തിനെതിരെ നാളെ ഡൽഹിയിൽ നടക്കുന്ന കൺവെൻഷനിൽ ഉമ്മൻചാണ്ടി പങ്കെടുക്കില്ല. പാല KM മാത്യു അനുസ്മരണത്തിൽ പങ്കെടുക്കുന്നതിനാൽ ഡൽഹിയിലെത്താൻ കഴിയില്ലെന്ന് ഉമ്മൻചാണ്ടി ഹൈക്കമാൻഡിനെ അറിയിച്ചതായാണ് വിവരം. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.